ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ലഡാക്ക് റൈഡിൽ മൂന്നാമത്തെ ദിവസമാണ്. ഒക്കെ നമ്മൾ ഈ രാവിലെയാണ് കേട്ടോ എവിടെയാണ് കിടന്ന് ഉറങ്ങിയ സുഖമായിട്ട് ഉറങ്ങി എണീറ്റു. രാവിലെ ഇതാ തിരിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ആദ്യമേ പറയാം, എല്ലാവരുടെ സപ്പോർട്ടും കൂടെ വേണം. ഓക്കെ, നമ്മൾ സേഫായിട്ട് നല്ല ഇവിടെ കിടത്തിയവർക്ക് ഒരു നന്ദി പറഞ്ഞിട്ട് വരാം കേട്ടോ. ഓക്കെ ओके भैया, मैं जा रहा है. ठीक है. ओ अन्ना स्लीपिंग है. ओ ठीक है ठीक है. ओ भैया, ओ मैं जा रहा है. ठीक है ठीक है भैया. ഓക്കെ അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇന്നലെ ചെയ്യാനാണ് നമുക്ക് ഫുഡൊക്കെ അണ്ണാ ബായ്. ടീക്കേ കടവിലെ കൂടെ ഇരുന്ന് കാത്തിക്കപ്പാ. അങ്ങനെ നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് തിരിക്കാൻ പോവാണ്. ഓക്കെ, കൊള്ളാമല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി തിരിക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ റാവ എന്ന് പറയുന്ന സ്ഥലത്ത് റാംപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ റാവ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 782 കിലോമീറ്റർ ഉണ്ട് ഡൽഹിക്ക് ഇന്ന് ഓടിയെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ മഴയില്ലായിരുന്നു. മാക്സിമം ഇന്നലെ ഒരു ബാലൻസ് ഒരു 500 കിലോമീറ്റർ കാണുമെന്നുള്ളവരൊന്നും ഓടിയെത്താണ്ട് കുഴപ്പമില്ല. ഇന്ന് രാവിലെ നല്ല അടിപൊളി വെയിലടിച്ച് നല്ല പോലെ വെയിലടിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് മാക്സിമം ഓടിപ്പിടിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ ഈ അപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ ഭയ്യ, मैं जा रहा है भैया. ഓ ഭയ്യ ഓക്കെ, വണ്ടിയിൽ കയറുന്നതാണ് മെയിൻ ചടങ്ങ്. പെണ്ണിനെ വിളയ്ക്കാൻ പോലും ഇത്ര പാടില്ല, വണ്ടി വിളയ്ക്കാൻ ഭയങ്കര പാട്. ഓക്കെ, നമുക്ക് എന്തായാലും സേഫായിട്ട് രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഭയ്യ, ഓക്കെ ഭയ്യ, ബൈ ബൈ ഭയ്യ, ബൈ ഭയ്യ. ഓക്കെ, ഇത്ര നേരം നമ്മൾ ഇവരോടൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ ബൈ. രാവിലെ നല്ല അടിപൊളി ക്ലൈമറ്റ്, വെയിൽ നല്ല അടിച്ച് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇതിൽ പെട്രോൾ പമ്പ് കാണണമെങ്കിൽ പെട്ടെന്ന് നിർത്തി ഒരു ഫുൾ ടാങ്ക് അടിക്കുക, നേരെ വിടുക. ഫുൾ ടാങ്ക് 2 ക്യാനിലും പെട്രോൾ ഉണ്ട്. കാരണം ഇന്നലെ ഞാൻ ഫോറസ്റ്റിനകത്ത് ആയതുകൊണ്ട് ചിലപ്പം പെട്രോൾ പമ്പ് ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ക്യാനിലും വണ്ടിയിലും ഫുൾ ടാങ്ക് അടിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇനി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അതിരിക്കട്ടെ, എന്തായാലും എമർജൻസിക്ക് അതിരിക്കട്ടെ. നമുക്ക് എന്തായാലും വണ്ടിയിൽ കൂടെ ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് പറക്കാം. ഭയ്യ ഫുൾ ടാങ്ക് नॉर्मल बस. हाँ കേസ് അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങി ഇനി ഒരു 400 കിലോമീറ്ററിന് വച്ച് പിടിക്കാം. പെട്രോൾ ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുറപ്പിക്കാം. താങ്ക് യു ഭയ്യ. ഇവിടെ ഒരു വലിയ കോടി ഇടുന്നേട്ടാ. കോടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെന്ന് അറിയാമോ, ഫുഡ് കഴിച്ചു. ഞാൻ ഓൺലൈനുണ്ടോയെന്ന് ചോദിച്ചില്ല ആദ്യം. ഫുഡ് കഴിച്ചു, നല്ല വിശപ്പായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ, ഓൺലൈനാണെന്ന് പറഞ്ഞപ്പോൾ ഓൺലൈനെന്ന് പറഞ്ഞപ്പോൾ ഓൺലൈനില്ലാന്ന്. പിന്നെ അവർക്കും ഇവിടെ ഒരു ഫാമിലി അതാ നിൽക്കുന്ന ഒരു ഫാമിലി കഴിക്കാൻ വന്നേട്ടാ. കഴിക്കാൻ പോകും അവരുള്ളതുകൊണ്ട് രക്ഷപ്പെട്ട്. പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ പൈസ കൊടുക്കണം, പുള്ളിക്കാരൻ്റെ കയ്യിൽ ഇത് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെന്നാണ് ഇപ്പം മൂഞ്ചി തന്നെയായിരുന്നു. അയ്യോ കോമഡി. ഇപ്പോൾ നമ്മളുള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ഏതോ ഒരു പിന്നെ ഇത് ഗ്രാമപ്രദേശത്തോടെയാണ് കേട്ടോ പോണേ. അവിടുത്തെ ഒരു ഹൈവേ പോലത്തെ ഒരു റോഡാണ് ഇത് കിടക്കുന്നത്. ഒത്ത കുണ്ടും കുഴിയും എന്തല്ലേ. ജാക്കറ്റിൻ്റെ അകത്തൊക്കെ ഊരി വന്ന് ജാക്കറ്റ് സത്യം പറഞ്ഞാൽ കുറച്ച് ഓപ്പൺ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും ഒരു അകത്തൊക്കെ ഒരു 300 മീറ്ററിൽ നിന്ന് ലെഫ്റ്റ് കാണിക്കുന്നു. എനിക്ക് തോന്നണം അത് വേറെ ഹൈവേയിലും എല്ലാം ജോയിൻ ചെയ്യാനാണോ ഇത്രയും കഷ്ടപ്പെട്ട റോഡിൽ കൊണ്ടുവന്നെന്ന് അറിയത്തില്ല. കുതിര നിൽക്കുന്നു, കുതിര. ഓ, സാധാരണ പശുക്കളെ ഇങ്ങനെ നടക്കുന്നത്. ഇങ്ങോട്ടൊക്കെ ഞാൻ ഇടയ്ക്കും ഒരു 6-7 കുതിര ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് കുതിരയൊക്കെ ചുമ്മാ കിടക്കണം തോന്നണം. ടോളുണ്ട് കേട്ടോ ബൈക്കിന്.
എത്ര രൂപയാണെന്ന് അറിയില്ല, നോക്കാം. 35 कितना? 35 300 अरे यार मेरा काटा कहाँ का काट दें भैया. अरे यार बुंदेलखंड नहीं ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ ബൈക്കിന് ടോൾ കൊടുത്തിട്ട് പോണത്. അരയ്യ എന്താ ഇത്? ഓയിലൊക്കെ കരിച്ചിതാറ്. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ. 315 രൂപ ബൈക്കിന് ടോള്. എൻ്റെ പൊന്നെ, ഇത് ഏത് ഹൈവേ ആണോ അങ്ങനെ ഉള്ളത്? 315 രൂപ ടോള്. ഓ മൈ ഗോഡ്, ഫസ്റ്റാണ് ഞാൻ ടോളിന് പൈസ കൊടുത്ത് പോണത്. അത് ഇത്രയും പൈസ 315 രൂപയൊക്കെ കൊടുത്ത് പോകണമെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ എൻ്റെ മോന്. ഓക്കെ, കുഴപ്പമില്ല. കച്ചറ റോട്ടിൽ കൂടെ കൊണ്ടുവരുമ്പോഴന്ന് സസ്പെൻഷനും അവിടെ ഇവിടെയും കംപ്ലൈൻ്റ് ആവാണ്ട് 315 രൂപ കൊടുത്ത് പോവാം, കുഴപ്പമില്ല. വേറെ വഴിയില്ല. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. അയ്യോ ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഉത്തർപ്രദേശിലാണെന്ന് മാത്രം അറിയാം. ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിക്ക് പോകുന്ന ഹൈവേയിൽ നിന്നാണെന്ന് മാത്രം അറിയാം. രാവിലെ 10:30 ആയപ്പോൾ ഡൽഹി ഹൈവേ കയറിയാണ്. ഇപ്പോൾ ഇത് 2:30 ആയിട്ടുണ്ട്. ഇതുവരെയും ഈ ഹൈവേയിൽ നിന്ന് ഇറങ്ങിയില്ല. എന്തായാലും 315 രൂപ കൊടുത്തതിന് റോഡ് വർത്താണ്. ഓക്കെ, സെറ്റാണ് കേട്ടോ. ഞാൻ അവിടെ നിന്ന് വളവളാന്ന് പറഞ്ഞുകൊണ്ട് വന്ന് യമുന റിവറല്ലേ, അതൊക്കെ കടന്നു പോയത് വളവളാന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നാലും ഒരു ഡൗട്ട് കാരണം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഗോപ്ര. സംഭവം എന്ത് ഓൺ ചെയ്തു, പക്ഷെ ഓണായില്ല. ഇപ്പോഴാണ് ഓണായത്. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണിയൊക്കെ കിട്ടാറുണ്ട്, ഒന്നും പേടിക്കണ്ട. ഓക്കെ, റൂട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടാ. നല്ല ഒന്നൊന്നര സ്ട്രെയിറ്റ് റോഡ് തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ. റോഡും അങ്ങനെ, റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് കാണാനും അടിപൊളിയാണ്. അത് പോയിട്ട് 2 സൈഡും എന്തൊക്കെ കൃഷികളൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ രാവിലെ നമ്മൾ മധ്യപ്രദേശിൽ നിന്ന് അടിച്ച പെട്രോള് പിന്നെ ഇത് മിന്നി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്തായാലും പെട്രോൾ കൂടി അടിക്കണം. ഇനി അടുത്ത് എവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പ് കണ്ടു കഴിഞ്ഞാൽ കയറി അടിക്കണം. പിന്നെ നിൽക്കില്ല, നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. കാരണം 2 സൈഡും 2 ക്യാനിൽ പെട്രോൾ ഇരിപ്പുണ്ട്. അത് നമുക്ക് അർജൻറ്റിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. പമ്പ് അതാ ഏതെങ്കിലും പമ്പ് കാണുമെങ്കിൽ കയറി നമുക്ക് അടിക്കാം. പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്നലെ ഭയങ്കര മഴയും ഇന്ന് ഭയങ്കര ചൂടും. ഇന്ന് ഇങ്ങോട്ട് വന്ന ഈ റൂട്ട് വന്നെടുത്ത് കുറച്ച് ഒരു 2 കിലോമീറ്റർ അടുപ്പിച്ച് മഴ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മഴയില്ല, ഒന്നുമില്ല. പിന്നെ നല്ലപോലെ വയറും വിശക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലും ഫുഡ് കൂടെ അടിക്കണം. ഓക്കെ, എന്തായാലും നോക്കാം. റോഡ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരു രക്ഷയില്ല. അടിപൊളി റോഡ്. ഒരു നല്ല CC വണ്ടിയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ പറപ്പിക്കുക ഇവിടെ കൂടെ. എനിക്ക് പിന്നെ ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1250 GS BMW. ഇപ്പോൾ എനിക്ക് ആഗ്രഹിക്കാമല്ലോ, മനസ്സിലായില്ലേ? ഇപ്പം എനിക്ക് വാങ്ങണം എന്ന് തന്നെയില്ല. കാരണം ഞാൻ എൻ്റെ ഈ എക്സ്പൾസ് എടുത്ത് ഇത്രയും വർക്കെല്ലാം ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ തന്നെ ചിലവർക്ക് മനസ്സിലാവും. കാരണം എൻ്റെ വേറെ പൈസ ഇല്ലാത്ത വലിയ എന്താ പറയുക, വലിയ വണ്ടി വാങ്ങാൻ പൈസ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ഹിമാലയൻ നോക്കിയായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ ഒരു വിലയും ഞാൻ എടുക്കുന്ന സമയത്ത് 3,32,000 രൂപയായിരുന്നു ഹിമാലയന് ആ വില. 3 ലക്ഷത്തിന് പുറത്ത് 3,30,000 സംതിങ് എങ്ങാണ്ടായിരുന്നു ഹിമാലയൻ്റെ വില.
ഞാൻ എന്തെന്ന് പറയാം, എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കെന്തായാലും മെയിൻ്റനൻസ് വലുതായിട്ടില്ല, എന്നാലും അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ട്. ഇതിനും മെയിൻ്റനൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ ഹിമാലയൻ ആണെങ്കിൽ കുറച്ച് എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയായിരുന്നു കേട്ടോ. നോക്കിയപ്പോഴത്തേക്കും നിന്നില്ല. പിന്നെ എൻ്റെ മനസ്സിൽ 3 വണ്ടിയായിരുന്നു. BMW GS 310 എക്സ്പൾസ്, ഇല്ലെന്നാണെങ്കിൽ ഈ ഹിമാലയ. അപ്പം 3 നോക്കിയതിൽ GS-ലോട്ട് പിന്നെ ഞാൻ അങ്ങ് മനസ്സ് വെച്ചില്ല. കാരണം നമ്മൾ എമൗണ്ട് എൻ്റെ കയ്യിൽ 2 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. 2 ലക്ഷം രൂപയാണ് എൻ്റെ ബഡ്ജറ്റ് ആയിരുന്നത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ ഇങ്ങനെ ഒരു പ്ലാനിൽ പിന്നെ ഒടുക്കം ഞാൻ എന്ത് ചെയ്ത്, പിന്നീട് ഞാൻ നമ്മുടെ ഒരു പ്ലാൻ എന്ത് ചെയ്ത് മാറ്റി എക്സ്പൾസ് തന്നെ എടുക്കാം. അതാവുമ്പം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നമുക്ക് അല്പം കുറച്ച് പൈസ വെച്ചിട്ട് അതിൽ ലോങ് പോകാമല്ലോ എന്നുള്ള ഒരു ഇതിലെടുത്തത്. പിന്നെ ഇനി എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുള്ള വണ്ടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടിയുണ്ട്. ഒന്ന് BMW 850 എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. 850 അല്ലെങ്കിൽ 1250, 2 ഭയങ്കര ആഗ്രഹമാണ്. ആഗ്രഹം സാധിക്കാൻ നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, എന്ത് കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും, എന്ത് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സംഭവം ഇപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ എനിക്ക് കൊണ്ടുവരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെ വണ്ടി പോലെ ഇത് കണ്ടാൽ മതി. ഓക്കെ, നിങ്ങളാണിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനെന്ന് നോക്കട്ടെ, ഞാനാണിപ്പോൾ ട്രാവൽ ചെയ്ത് നോക്കട്ടെ. ഇപ്പം നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആരൊക്കെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ അപ്പോൾ നിങ്ങൾക്കൊരായിരം കാണില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമ്മൾ വേറൊരു വണ്ടിയിലോട്ട് അപ്ഗ്രേഡ് ആവണമെന്ന് അത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് ആഗ്രഹം, എനിക്കത് നടത്തി തരണം അങ്ങനെയല്ല. എൻ്റെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പം നിങ്ങൾക്കൊരാഗ്രഹം കാണത്തില്ലേ, ഈ വണ്ടിയിൽ നിന്നൊരു നിങ്ങളിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു അപ്ഡേറ്റ് ആയ ഒരു വലിയ കൂടി CC വണ്ടി എടുക്കണം. അതുപോലെ തന്നെയാണ് എനിക്കും 1250 GS ഭയങ്കര അഡ്വഞ്ചർ, ഭയങ്കര ഇഷ്ടമാണ് ആ വണ്ടി. പിന്നെ ഡുക്കാട്ടയുടെ മൾസ്ട്രാഡ V4S എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി, 2ഉം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. പിന്നെ ഒരു വണ്ടി, ടോട്ടൽ 3 വണ്ടിയാണ്. നമ്മുടെ കവാസാക്കിയുടെ Versys 1000 എന്ന് പറയുന്ന വണ്ടിയുണ്ട്, അതും ഭയങ്കര ഇഷ്ടമാണ് വണ്ടി. 3 വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ എടുത്തിട്ട് ഒരു ട്രാവൽ പോകണം എന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കത്തില്ല. നിങ്ങളെല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മോട്ടിവേഷനും അതുപോലെ ഓരോരുത്തരുടെ സപ്പോർട്ടും എല്ലാം വേണം എനിക്ക്. എങ്കിലേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇത് കേട്ടിട്ട് നെഗറ്റീവ് അടിക്കുന്ന കുറേ പേര് കാണും, ഇല്ലയെന്ന് പറയത്തില്ല. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായം പറയുന്നത് കാണും. എല്ലാവരും പറയട്ടെ, അവരുടെ ഓരോരുത്തരുടെ അഭിപ്രായവും നെഗറ്റീവും ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വരണം. നെഗറ്റീവ് നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിലൊരു നെഗറ്റീവ് 2 പേര് പറയണം. എങ്കിലേ അത് നമുക്ക് പോസിറ്റീവായിട്ട് വീണ്ടും ഫ്രണ്ടിലോട്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇത് കാണത്തുള്ളൂ, ഒരു ഇൻട്രസ്റ്റ് കാണത്തുള്ളൂ. ഇല്ലെന്നാണെങ്കിൽ അയ്യോ അവൻ നെഗറ്റീവ് പറഞ്ഞ് നമുക്കിതിൽ നിന്ന് പോവാം എന്ന് പറയില്ല ഒരിക്കലും. പക്ഷേ നെഗറ്റീവ് അടിക്കുന്നത് എപ്പോഴും നല്ലതിനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബൂസ്റ്റപ്പ്, അത് ഉള്ള കാര്യം പറയാം. ആർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളും കുറച്ചുകൂടി നമ്മൾ ഡെവലപ്പ് ആവാൻ നോക്കും. ഇപ്പോൾ ഒരാൾ നെഗറ്റീവ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവ ഇനി അടുത്ത് നമ്മളൊരു വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത് നമ്മളൊരു ചെയ്യുന്നൊരു കാര്യത്തിൽ അവൻ നെഗറ്റീവ് അടിക്കാൻ പാടില്ല. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ഓർമ്മ വരും, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ എല്ലാവരും ചിന്തിക്കുക, മനസ്സിലായേ? അതാണ് ഗെയ്സ്. അപ്പം ഞാനൊരു 4 മൂല ചെവറിനകത്തിരുന്ന് ഗെയിം ഭ്രാന്തനായിരുന്നതാണ്. ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാനും. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ട്രാവൽ ലോകത്തോട്ട് ഇറങ്ങിയതും 4 പേരെ കാണാൻ തുടങ്ങി, 4 പേരോട് സംസാരിക്കാൻ തുടങ്ങിയതും എല്ലാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല പറയണം. നമ്മുടെ ലൈഫിൽ കുറച്ച് സമയമെങ്കിലും നമുക്ക് ട്രാവലിന് വേണ്ടി മാറ്റി വയ്ക്കണം. ഞാൻ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് പറയുന്നത് ഉത്തർപ്രദേശ് മൊത്തത്തിൽ ഉടായ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് 3ാമത്തെ ടോൾ പീസിൽ നിന്നാണ് പൈസ വാങ്ങണത്. ഫസ്റ്റ് ഒന്ന് 315 രൂപ വാങ്ങിച്ചു, രണ്ടാമത്തേന്ന് അടുത്ത് ഒരു 150 രൂപ വാങ്ങിച്ചു, അടുത്തത് വീണ്ടും. ഇവിടെ ഇനി എത്ര മേടിക്കണമെന്നൊരു പിടിയില്ല. അങ്ങനെ പോലെ ഡൽഹിയിലെത്തി കേട്ടോ. കുറച്ച് നേരമായി ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുകയാണ്. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയെങ്കിലും
എസ്കേപ്പായി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തണം. അതാണ് ടാർഗറ്റ്. ഓക്കെ.